വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബേസിക് ടോപ്പിക്കാണ്. അതായത് ആം, ഈസ്, ആർ. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ആം, ഈസ്, ആർ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ കൺഫ്യൂഷനുള്ള ആളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ ഡൗട്ടും മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എന്താണെന്ന് നോക്കാം. ആം, ഈസ്, ആർ ഇതെന്താണെന്ന് നോക്കാം. ആം, ഈസ്, ആർ ഇത് ബി വേർബ് എന്നാണ് ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതിന് മൂന്നെണ്ണത്തിനും ഏകദേശം ഒരു ആണ് എന്നുള്ള ഒരു അർത്ഥമാണ്. എക്സാമ്പിൾ, ഞാനൊരു വിദ്യാർത്ഥിയാണ്, അവൻ ഒരു നല്ല ആളാണ്. ഇതിലൊക്കെ ഒരു ആണ് എന്നുള്ള അർത്ഥം വരുന്നില്ലേ, ആ അർത്ഥമാണ് ഇത് ഈ മൂന്നെണ്ണത്തിനും കൂടി വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതണം, അതിൽ ആണെന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മൂന്നെണ്ണത്തിനും ഏകദേശം ഈ ഒരു അർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. ഇതങ്ങനെ തോന്നണോടത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. സബ്ജക്റ്റിന് അനുസരിച്ചിട്ടാണ് ഇത് ഏത് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് വരാം, സബ്ജക്റ്റ് എന്താണെന്ന്. ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അതിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മനുഷ്യന്, ഒരു വ്യക്തി ആവണമെന്നില്ല, ഒരു വസ്തു ആവാം. ഇനി നമുക്ക് സബ്ജക്റ്റിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഞാൻ, ഹി അവൻ, ഷീ അവൾ, യു നീ ഓർ നിങ്ങൾ, വി നാം, ദേ അവർ ഇതൊക്കെ സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ചാണ് ഈസ്, ആം, ആർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതിലുള്ള ആം എന്തിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആം എപ്പോഴും ഐൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾസ് നോക്കാം. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഇവിടെ ഐൻ്റെ കൂടെ ആം യൂസ് ചെയ്തു. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. നെക്സ്റ്റ് വൺ, ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐൻ്റെ കൂടെ ഈസ് ഉപയോഗിക്കരുത്, ആർ ഉപയോഗിക്കരുത്. ഐൻ്റെ കൂടെ എപ്പോഴും ആം എന്നത് യൂസ് ചെയ്യുക. ഇനി അടുത്തതായി നമുക്ക് ഈസിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസ് എന്നത് ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾസ് നോക്കാം. ഹി ഈസ് മൈ ബ്രദർ, അവൻ എൻ്റെ സഹോദരനാണ്. ഇവിടെ അവൻ അറിയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് എ നേഴ്സ്, അവൾ ഒരു നേഴ്സാണ്. ഇവിടെയും അവൾ ഒരാളുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഈസ് എ പെൻ, ഇത് ഒരു പേനയാണ്. ഇത് എന്ന് പറയുമ്പോൾ ഒരു സാധനം ആണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈസ് ഉപയോഗിക്കാം. നെക്സ്റ്റ്, പേരിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾസ് നോക്കാം. അനു ഈസ് മൈ ഫ്രണ്ട്, അനു എൻ്റെ സുഹൃത്താണ്. ഇവിടെ അനു ഒരാളാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, റഹീം ഈസ് എ ഡ്രൈവർ, റഹീം ഒരു ഡ്രൈവറാണ്. ഇവിടെ റഹീം പറയുന്നതും ഒരാളാണ്. വ്യക്തിയുടെയും വസ്തുവിൻ്റെ കൂടെ, ഒരു വ്യക്തിയുടെയും ഒരു വസ്തുവിൻ്റെ കൂടെ യൂസ് ചെയ്യാന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ ആനിമലിൻ്റെ കൂടെയും ഈസ് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഡോഗ് ഈസ് ബിഗ്, ആ നായ വലിയതാണ്. ഇനി നമുക്ക് ആർ എന്നതിൻ്റെ ഉപയോഗം നോക്കാം. ആർ എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളോ വസ്തുക്കളോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
എക്സാമ്പിൾസ് നോക്കാം. വി ആർ സ്റ്റുഡൻസ്. നാം വിദ്യാർത്ഥികളാണ്. ഇവിടെ ഒന്നിലധികം ആൾക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. നാം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആർ യൂസ് ചെയ്തത്. ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുകയാണ്. അവർ എന്ന് പറയുമ്പോഴും ഒന്നിലധികം ആളുകളുണ്ട്, അപ്പോൾ നമ്മൾ ആർ യൂസ് ചെയ്യും. ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. പുസ്തകങ്ങൾ മേശപ്പുറത്താണ്. ദ ബുക്ക് എന്നല്ല, ഇവിടെ ബുക്സ് എന്നാണ് പറഞ്ഞത്, പുസ്തകങ്ങൾ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ആർ യൂസ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുവിൻ്റെ കൂടെ ആർ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. യു ആർ മൈ ഫ്രണ്ട്. നീ എൻ്റെ സുഹൃത്താണ്. ഇവിടെ നമ്മൾ യു ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈസ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. യുവിൻ്റെ കൂടെ ആറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, യു ആർ ഹാപ്പി. നിങ്ങൾ സന്തോഷവാനാണ്. അപ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് പറയുകയാണ്, ഐൻ്റെ കൂടെ ആം യൂസ് ചെയ്യും. ഹി ഷീ ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യും. വി ദേ യു ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യും. ഇനി ഇതിനെ നമുക്ക് നെഗറ്റീവാക്കി മാറ്റാനും വളരെ സിമ്പിളാണ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം നോട്ട് ടയേർഡ്. ഞാൻ ക്ഷീണിതനല്ല. ഹി ഈസ് നോട്ട് ഹിയർ. അവൻ ഇവിടെ ഇല്ല. ഷീ ഈസ് നോട്ട് റെഡി. അവൾ തയ്യാറല്ല. ദേ ആർ നോട്ട് ബിസി. അവർ ബിസി അല്ല. ഇവിടെ എല്ലാത്തിൻ്റെ കൂടെ നോട്ട് യൂസ് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് അർത്ഥം വന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനും പറ്റും. ഇതിൻ്റെ ഒരു വലിയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതൊന്ന് നോക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആം ഐ കറക്റ്റ്? ഞാൻ ശരിയാണോ? ഈസ് ഹി യുവർ ഫ്രണ്ട്? അവൻ നിൻ്റെ സുഹൃത്താണോ? ആർ യു കമ്മിങ്? നീ വരികയാണോ? ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഐ എന്നുള്ളതിന് ആദ്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഐ കഴിഞ്ഞിട്ടായിരുന്നു ആം വന്നത്. ഇവിടെ നമ്മൾ ആമിനെ മുന്നിലോട്ട് കൊണ്ടുവന്ന്, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ രൂപത്തിലായി. അതേപോലെ തന്നെ ഹി ഈസ് എന്നായിരുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈസിനെ ഫ്രണ്ടിലോട്ടിട്ടു, അപ്പോൾ ഈസ് ഹി ആയി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ആം, ഈസ്, ആർ ഇവയുടെ ഉപയോഗമാണ്. അതെങ്ങനെ ക്വസ്റ്റ്യനാക്കി മാറ്റാം, അതെങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം, അതുപോലെ തന്നെ ഇത് ഏതിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരുപാട് എക്സാമ്പിൾസ് എടുത്ത് ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടി മനസ്സിലാവും. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ഇത് പഠിച്ചിട്ട് അങ്ങനെ വെക്കില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മറക്കൂല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസും നിങ്ങളിലോട്ട് എത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.